വെൽക്കം ടു കെംഫോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് ഇപ്പം അടുത്ത് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് നടത്താൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഈസി ടു മോഡറേറ്റ് ആ ഒരു റേഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രി പോർഷൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടായിട്ടില്ല, എളുപ്പമായിരുന്നു. ഓക്കെ, നൗ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Given an X-ray beam with a wavelength of 1.54 angstrom that is diffracted by a cubic KCl crystal with a density 1.99 into 10 raised to 3 kilogram per meter cube. Calculate the interplanar spacing for the 200 planes. Given the molecular weight of KCl is 74.6 AMU and the Avogadro's number is 6.023 into 10 raised to 26 per kg per mole. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു എക്സ്റേ ബീം, അതിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 1.54 ആങ്സ്ട്രോം. ഇറ്റ് ഈസ് ഡിഫ്രാക്റ്റഡ് ബൈ എ ക്യൂബിക് KCl ക്രിസ്റ്റലിലേക്ക് വന്ന് തട്ടിയിട്ട് ഡിഫ്രാക്ഷൻ നടക്കുന്നു. ആൻഡ് ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇന്റർപ്ലാനാർ സ്പേസിംഗ് D200 ഇതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർപ്ലാനാർ സ്പേസിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്മുടെ മൊളിക്യൂളിന്റെ, അതായത് നമ്മുടെ കോമ്പൗണ്ട് KClന്റെ മൊളിക്കുലർ വെയിറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവോഗാഡ്രോ നമ്പറിന്റെ വാല്യൂം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് D ആണ് കാണേണ്ടത്. നമുക്കറിയാം D കാണണമെങ്കിൽ നമുക്ക് എന്താ അറിയേണ്ടി വരും? എയുടെ വാല്യൂ അറിയേണ്ടി വരും. അതായത് ലാറ്റിസ് പാരാമീറ്റർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ഡിന്റെ വാല്യൂ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ലാറ്റിസ് പാരാമീറ്ററും അതേപോലെ തന്നെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആദ്യം നമുക്ക് അറിയണം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മുടെ ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 1.99 into 10 raised to 3 kilogram per meter cube. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റലിന്റെ മൊളിക്കുലർ വെയിറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 74.6 AMU. നമുക്ക് ഈ 74.6 AMU എന്നുള്ളത് നമുക്ക് ഗ്രാമിലും പറയാം, പെർ മോൾ. അതായത് ഒരു മോളിന്റെ വെയിറ്റ് ആണ് ഇത്രയും ഗ്രാം വരുന്നത്. അതേപോലെ ഇവിടെ അവോഗാഡ്രോ നമ്പർ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 6.023 into 10 raised to 26 കിലോഗ്രാം ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ സാധാരണ അവോഗാഡ്രോ നമ്പർ പറയുന്ന സമയത്ത് 6.023 into 10 raised to 23 per mole എന്നാണ് പറയാറുള്ളത്. ഒരു മോളിൽ ഇത്രയും നമ്പർ ഓഫ് സ്പീഷീസ് അല്ലെങ്കിൽ അയോൺസ് വട്ടബർ അതുണ്ടെന്നാണ് പറയാറുള്ളത്. ഇവിടെ നമുക്ക് 10 raised to 3 kg ഇൻവേഴ്സ് ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇത്രയും ഭാഗം അധികമായിട്ട് എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത്. 10 raised to 3 kg ഇൻവേഴ്സ് ഇത്രയും എക്സ്ട്രാ ആയത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ തന്ന വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം? മൊളിക്കുലർ വെയിറ്റിന് 74.6 AMU എന്ന് തന്നെ എഴുതാം. ഓക്കെ, AMU അല്ലെങ്കിൽ 74.6 ഗ്രാമിൽ തന്നെ വെക്കുക. കിലോഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്യാതെ ഗ്രാമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഗ്രാം പെർ മോൾ എന്ന് എഴുതുക. അവോഗാഡ്രോ നമ്പർ നമ്മൾ നോർമലി എടുക്കുന്ന പോലെ 6.023 into 10 raised to 23 per മോൾ എന്ന് ചെയ്യാം. ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, കാരണം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഈ ഒരു വേയിലാണ്. ഓക്കെ, ഇനി നമ്മുടെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. റോ ഇസ് ഈക്വൽ ടു ZM divided by A cube into NA ആണല്ലോ. ഇനി A cube എന്തായിരിക്കും? ZM divided by rho into NA എന്ന് വരും. നമുക്കിനി ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം തന്നെ Z എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. അതേപോലെ M എന്ന് പറയുന്നത് മൊളിക്കുലർ വെയിറ്റ് ആണ്. റോ നമ്മൾ കണ്ടു, ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ. NA അവോഗാഡ്രോ നമ്പർ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ സെഡിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്യൂബിക് KCl ആണ്. ക്യൂബിക് KCl എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്നിക്കൽ ഹെക്സാഗണൽ ക്യൂബിക് ആയിരിക്കാം, അല്ലെങ്കിൽ CCP ആയിരിക്കാം. HCP അല്ലെങ്കിൽ CCP ആയിരിക്കാം. രണ്ടാണെങ്കിലും FCCയിലായിരിക്കും വരിക. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. നമ്മളോട് ക്യൂബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? FCC ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് സെഡിന്റെ വാല്യൂ വരുന്നത് 4. നമുക്കറിയാം FCCയിൽ 4 ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ് വരുന്നത്. സോ ഞാൻ ഇവിടെ സെഡിനെ 4 കൊടുത്തു. 4 into മൊളിക്കുലർ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 74.6 ഗ്രാം പെർ മോൾ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ എന്ത് വരും?
74.6 into 10 raised to minus 3 kg per mole divided by നമ്മുടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.99 into 10 raised to 3 kg per meter cube. ഇനി അവോഗാഡ്രോ നമ്പർ 6.023 into 10 raised to 23 per mole. നമുക്ക് ആദ്യം ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും നമ്മൾ യൂണിറ്റ് ആണ് ആദ്യം തന്നെ ഇത് ഓക്കെ ആക്കി വെക്കേണ്ടത്. യൂണിറ്റ് ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം യൂണിറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് എന്തുണ്ട് മോളുള്ളത് പെർ മോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ കിലോഗ്രാം ക്യാൻസൽ ചെയ്തു. ഇനി ആകെ കൂടെ എന്തേ ബാക്കിയുള്ളൂ, മീറ്റർ റേസ് ടു -3. അതെന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. അപ്പൊ നമുക്ക് നമ്മൾ എ ക്യൂബ് ആണ്, ലാറ്റിസ് പാരാമീറ്ററിന്റെ ക്യൂബ് ആണ്. സോ അത് മീറ്റർ ക്യൂബിലായിരിക്കും എന്തായാലും വരേണ്ടത്. അതുകൊണ്ട് തന്നെ മീറ്റർ ക്യൂബിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള ടേംസ് ഒക്കെ എഴുതാം. 4 into 74.6 divided by 1.99 into 6.023. ഇനി നമുക്ക് ഈ പവറുള്ള ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. ഇൻറ്റു 10 raised to -29 ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന വാല്യൂ 24.89 into 10 raised to -29 മീറ്റർ ക്യൂബ് എന്നാണ്. ഇനി എ ആണ് നമുക്ക് വേണ്ടത്. അപ്പം എ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയ വാല്യൂന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി ആണല്ലോ. അതിനു മുന്നേ നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസേഴ്സ് നിങ്ങൾ നോക്കൂ, എല്ലാം ഏതിലുള്ളത്, ആൻസ്ട്രത്തിലാണുള്ളത് ആണല്ലോ. ആൻസ്ട്രത്തിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വാല്യൂവിന് ഇപ്പൊ തന്നെ ആൻസ്ട്രത്തിന്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് എടുക്കേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂന 0.249 into 10 raised to -27 മീറ്റർ ക്യൂബ് എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി എന്ന് പറയുന്നത് ഈ 0.249 into 10 raised to -27 മീറ്റർ ക്യൂബിന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.629 into 10 raised to -9 മീറ്റർ എന്നാണ്. ഇതിനെ നമുക്ക് ആൻസ്ട്രത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ 6.29 into 10 raised to 10 മീറ്റർ എന്ന് വരും. അതിനെ നമുക്ക് 6.29 ആൻസ്ട്രം എന്ന് എഴുതാം. ഇനി D200 ആണ് നമുക്ക് കാണേണ്ടത്. സോ it is equal to a by root of x square plus k square plus l square എന്ന് വരും. എയുടെ വാല്യൂ 6.29 ആൻസ്ട്രം ആണ്. റൂട്ട് ഓഫ് എച്ചിന്റെ വാല്യൂ 2 ആണ്, കെയുടെ വാല്യൂ 0, എല്ലിന്റെ വാല്യൂ 0. സോ 2 സ്ക്വയർ എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് 3.145 ആൻസ്ട്രം എന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇത് കുറച്ച് ലെങ്തി ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാൽക്കുലേഷൻ വരുന്ന പാർട്ട് കൂടുതലായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റത്തേക്ക് വെക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും 4-5 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ടൈം പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. Next question, the statements internuclear distance remain constant during electronic excitation and the nuclei can be treated as stationary so that electrons move related to them are respectively. നമുക്ക് ഫ്രാങ്കോണ്ട പ്രിൻസിപ്പിളും ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ, ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ തന്നിട്ടുണ്ട്. ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ, ഫ്രാങ്കോണ്ട പ്രിൻസിപ്പിൾ, മോസ് അപ്രോക്സിമേഷൻ, ഹൺസ് റൂൾ. ഇതിലെ ഹൺസ് റൂള് നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഹൺസ് റൂള് പറയുന്നത് എന്താ, no two electrons in an atom can have same set of all the 4 quantum numbers. So എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് അത് എന്തായാലും അല്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ നമുക്ക് അങ്ങനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഫ്രാങ്കോണ്ടൻ ഉണ്ട്, ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മോസ് അപ്രോക്സിമേഷനും കൊടുത്തിട്ടുണ്ട്. ഇതില് മോസ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലുള്ള എനർജി ഡിസ്ട്രിബ്യൂഷൻ, പൊട്ടൻഷ്യൽ എനർജി കർവ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ നോർമൽ
ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ഒരു പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എനർജി വേഴ്സസ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ മോസ് കർവില് നമ്മൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും ആ ഒരു കർവ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കേസിൽ നമ്മൾ എന്താ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന പറയുന്നത് എനർജി. ബട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു സ്ഥലം, ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് മോളിക്യൂളിന് എന്ത് സംഭവിക്കാം, ഡിസോസിയേഷൻ സംഭവിക്കാം. ആ ഒരു ചാൻസ് ആണ് നമ്മുടെ മോസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ മോസ് കർവ് കൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ബേസിക്കലി ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദി അൺഹാർമോണിസിറ്റി ഓഫ് റിയൽ ബോണ്ട്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മോസ് അപ്രോക്സിമേഷൻ എന്തായാലും അല്ല. ഓക്കെ, ഇനി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് റിമെയിൻ കോൺസ്റ്റന്റ് ഡ്യൂറിങ് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. ഇത് ഇലക്ട്രോണിക് എക്സൈറ്റേഷന്റെ കാര്യമാണ് പറയുന്നത്. സോ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രാങ്കോന്റെ പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. സോ ഡയറക്ട്ലി ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ഈ ഒരു പോർഷൻ, അതായത് ന്യൂക്ലിയർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് സ്റ്റേഷനറി സോ ദാറ്റ് ദ ഇലക്ട്രോൺ മൂവ് റിലേറ്റീവ് ടു ദം. ഇതാണ് നമ്മുടെ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ. അതായത് നമ്മളെ ന്യൂക്ലിയസിന്റെ മാസ് ആണ് വലുത്. നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ മാസ് ആയിരിക്കും ഏറ്റവും വലുതുണ്ടാവുക. അതിന് ചുറ്റും പോകുന്ന ഇലക്ട്രോണിന്റെ മാസ് വിത്ത് റെസ്പെക്ട് ടു ന്യൂക്ലിയസ് എന്താണ്, വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ന്യൂക്ലിയസ് സ്റ്റേഷനറി ആണെന്ന് പറയുന്നു. ആ ഒരു അപ്രോക്സിമേഷൻ ആണ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോറോൺ ട്രൈക്ലോറൈഡ് ഈസ് എ പ്രൊലൈറ്റ് സിമെട്രിക് ടോപ്പ്, ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ്, സ്ഫെറിക്കൽ ടോപ്പ്, അസിമെട്രിക് ടോപ്പ്. ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി നമ്മുടെ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നതാണ്. ഇതില് നമ്മുടെ റൊട്ടേഷണൽ മൊളിക്യൂൾസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. മൊളിക്യൂൾസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ലീനിയർ, അതേപോലെ തന്നെ സ്ഫെറിക്കൽ ടോപ്പ്, ദെൻ സിമെട്രിക് ടോപ്പ്, ദെൻ അസിമെട്രിക് ടോപ്പ്. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിഫറെന്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, അല്ലെങ്കിൽ ഐ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ബോറോൺ ട്രൈക്ലോറൈഡ് എന്ന് പറയുന്നത് മൊളിക്യൂളിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും, ട്രയഗണൽ പ്ലാനാർ ആണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. സോ ഒബ്വിയസ്ലി ഇതൊരു അസിമെട്രിക് ടോപ്പ് അല്ല, കാരണം ഇതിൽ സിമെട്രി എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. C2 ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മൊളിക്യൂളർ ആക്സിസ് എന്ന് പറയുന്നത് C3 ആക്സിസ് ആണ് മൊളിക്യൂളിന്റെ ആക്സിസ് വരുന്നത്. അതേപോലെ തന്നെ പ്ലെയിൻ ഓഫ് സിമെട്രി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അസിമെട്രി ടോപ്പ് എന്തായാലും അല്ല. ഇനി നോക്കിയേ, സ്ഫെറിക്കൽ ടോപ്പ് ആണോ നോക്കാം. സ്ഫെറിക്കൽ ടോപ്പ് ആവണമെങ്കിൽ എന്തായിരിക്കണം, പെർഫെക്റ്റ് ഒക്ടാഹെഡ്രലോ അല്ലെങ്കിൽ ടെട്രാഹെഡ്രലോ ആയിരിക്കണം. ഇത് രണ്ടുമല്ല, അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനും എന്തായാലും വരില്ല. ഇനി ബാക്കിയുള്ളത് സിമെട്രിക് ടോപ്പ് ആണ്. സിമെട്രിക് ടോപ്പ് ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രോലേറ്റും ഉണ്ട്, ഓബ്ലേറ്റും ഉണ്ട്. സിമെട്രിക് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ വാല്യൂസ് എന്ത് വരും, രണ്ടെണ്ണം ഈക്വൽ ആയിട്ട് വരും, ഒരെണ്ണം ഡിഫറെന്റ് വരും. ഈ ഡിഫറെന്റ് ആയ വാല്യൂ ഒരിക്കലും 0 ആവില്ല, അതാണ് കണ്ടീഷൻ. ഓക്കെ, അതായത് 2 ഡിഫറെന്റ് വാല്യൂസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കണം. പിന്നെ വേറൊരു കണ്ടീഷൻ വരുന്നത് എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം, വേർ n ഈസ് ദി പ്രിൻസിപ്പൽ ആക്സിസ്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു നമുക്ക് തന്ന ഈ ഒരു മൊളിക്യൂളില് എന്നിന്റെ വാല്യൂ എത്ര വരുന്നത്, നമുക്ക് C3 ആക്സിസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്നിന്റെ വാല്യൂ വരുന്നത് എത്രയാ, 3 ആയിരിക്കും എന്നിന്റെ വാല്യൂ. അപ്പൊ ഈ ഒരു കേസിൽ n ഈസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി പ്രോലേറ്റ് ആണോ ഒബ്ലേറ്റ് ആണോ, അതാണ് നമുക്ക് ഇനി ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോലേറ്റ് എന്ന് പറഞ്ഞാല് ഇതായിരിക്കും കണ്ടീഷൻ, IB ഈക്വൽ ടു IC ഗ്രേറ്റർ ദാൻ IA. ഒബ്ലേറ്റ് ആണെങ്കിൽ IB ഈക്വൽ ടു IC ലെസ് ദാൻ IA ആയിരിക്കും. പ്രോലേറ്റിൽ വരുന്നത് എല്ലാ CNV മൊളിക്യൂൾസും ആണ് എക്സെപ്റ്റ് C2V. അറ്റ് ദ സെയിം ടൈം ഒബ്ലേറ്റില് എല്ലാ DNH മൊളിക്യൂൾസും ആയിരിക്കും എക്സെപ്റ്റ് D2H. നമ്മുടെ BCl3ന്റെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് D3H ആണ്. സോ ഇറ്റ് ഈസ് എൻ ഒബ്ലേറ്റ് മൊളിക്യൂൾ. BCl3 ഒബ്ലേറ്റ് ആണ്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. Next one, the rotational constant of 16O2 is 4 centimeter inverse. The wave number of incident radiation in a Raman spectrometer is 20450 centimeter inverse. What is the wave number of first scattered Stokes lines in centimeter inverse? ഈ ക്വസ്റ്റ്യനില് നമുക്കൊരു O2 മോളിക്യൂൾ ഉണ്ട്, O16 ആണ്. ഇതിന്റെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ബിന്റെ വാല്യൂ ഇസ് 4 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ദെൻ നമ്മുടെ
സ്പെക്ട്രോമീറ്ററിന്റെ ഇൻസിഡന്റ് വേവ് നമ്പർ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 20450 സെന്റിമീറ്റർ ഇൻവേഴ്സ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്കാറ്റേർഡ് സ്റ്റോക്സ് ലൈൻസിന്റെ വേവ് നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റോക്സ് ലൈൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പോർഷൻ വരുന്നത് റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രത്തിലാണ്. റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രത്തിന്റെ കേസിൽ നമ്മുടെ ന്യൂ ബാർ ഇറ്റ് ഇസ് ഈക്വൽ ടു ന്യൂ 0 ബാർ ഇൻസിഡന്റ് റേഡിയേഷന്റെ വേവ് നമ്പർ പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു 4j+6 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇങ്ങനെയാണ് വാല്യൂ വരുന്നത്. ജെ എന്ന് പറയുന്നത് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. നമുക്കറിയാം ഇതിന്റെ വാല്യൂ 0, 1, 2 എക്സെട്ര. ഇനി ഇതിൽ നമ്മൾ ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ 0 പ്ലസ് ഓർ മൈനസ് 6b എന്ന് വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് ജെക്ക് ന്യൂ ഈക്വൽ ടു 6b ആവും. അതേപോലെ ജെന്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 10b ആയിരിക്കും വരുന്നത്. ജെക്ക് 2 കൊടുത്താൽ 2 into 4 8, 8+6 14 വരും. ദെൻ ജെ ഈക്വൽ ടു 3 ആകുന്ന സമയത്ത് 18b. അതായത് നമ്മുടെ ന്യൂ 0 ഇതാണെങ്കിൽ ഫസ്റ്റ് ലൈൻ വരുന്നത് 6bയിലാണ്. സോ ഇതാണ് നമ്മുടെ 6b. ദെൻ നെക്സ്റ്റ് ലൈൻ വരുന്നത് ജെക്ക് 1 കൊടുക്കുന്ന സമയത്ത് എത്രയാ? 10bയിലാണ്. അതായത് ഇത് 10b. ദെൻ ജെന്റെ വാല്യൂ 2 ആണെങ്കിൽ 14b. അതേപോലെ തന്നെ 3 ആണെങ്കിൽ 18b. സിമിലർലി നമുക്ക് ഇവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. നമ്മൾ പ്ലസ് ആവുന്ന സമയത്താണ് ന്യൂ 0ന്റെ കൂടെ ഇത്രയും വാല്യൂസ് വരുന്നത്. ഇനി ന്യൂ 0 മൈനസ് ബി ഇൻറ്റു 4j+6 ആണെങ്കിൽ സെയിം സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലും കിട്ടും. നമുക്കൊരു കാര്യം അറിയാം, ഇൻസിഡന്റ് റേഡിയേഷനേക്കാളും കുറവാണ് നമ്മുടെ വേവ് നമ്പർ എങ്കിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? സ്റ്റോക്സ് ലൈൻസ്. സോ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് കറസ്പോണ്ട്സ് ടു സ്റ്റോക്സ് ലൈൻസ് വിച്ച് ഇസ് നമ്മുടെ വാല്യൂ ന്യൂ 0 മൈനസ് ബി ഇൻറ്റു 4j+6 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റോക്സ് ലൈൻസ് കിട്ടും. മൈനസ് ആണെങ്കിൽ സ്റ്റോക്സും. ഈ വാല്യൂ പ്ലസ് ആണെങ്കിൽ ന്യൂ 0ന്റെ കൂടെ വാല്യൂസ് എക്സ്ട്രാ ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആന്റി സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ദിസ് കറസ്പോണ്ട്സ് ടു ആന്റി സ്റ്റോക്സ് ലൈൻസ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് ദ വേവ് നമ്പർ ഓഫ് ഫസ്റ്റ് സ്കാറ്റേർഡ് സ്റ്റോക്സ് ലൈൻ. സോ നമുക്കറിയാം ഫസ്റ്റ് സ്കാറ്റേർഡ് സ്റ്റോക്ക് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു 6bയിൽ കിടക്കുന്ന സ്റ്റോക്ക് ലൈൻ ആണ്. ഈ ഒരു സ്റ്റോക്ക് ലൈൻ ന്യൂ 0 മൈനസ് 6b ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് 20450 മൈനസ് 6 ഇൻറ്റു 4. ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 ആണ്. സോ 20450 മൈനസ് 24 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 20426 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ദി വൈബ്രേഷണൽ എനർജി ലെവൽസ് ν" is equal to 0 and ν' equal to 1 of a diatomic molecule are separated by 2200 centimeter inverse. Its unharmonicity omega E Xe is 10 centimeter inverse. The values of omega E and first overtone of this molecule. നമ്മുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ട്രാൻസിഷൻ V" equal to 0 to V' equal to 1. ഈ ഒരു ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആണ് ΔE. ആ എനർജി ഡിഫറൻസ് ആണ് 2200 തന്നിട്ടുണ്ട്. നമുക്കറിയാം V" equal to 0 to V' equal to 1. ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ട്രാൻസിഷൻ ആണ്. ഒരു ഫണ്ടമെന്റൽ ട്രാൻസിഷന്റെ കണ്ടീഷൻ ആണ് 0യിൽ നിന്നും 1ലേക്കുള്ള എക്സൈറ്റേഷൻ. ഓക്കെ, ഇനി അൺഹാർമോണിസിറ്റി വാല്യൂ തന്നിട്ടുണ്ട് ഒമേഗ ഇ Xe is equal to 10 സെന്റിമീറ്റർ ഇൻവേഴ്സ്. നമുക്ക് ക്വസ്റ്റനിൽ കാണാനുള്ളത് ഒമേഗ ഇന്റെ വാല്യൂ നമുക്ക് കാണണം. അതേപോലെ തന്നെ ഫസ്റ്റ് ഓവർടോണും കാണണം. ഫണ്ടമെന്റൽ ട്രാൻസിഷൻ നമ്മൾ പറഞ്ഞു V equal to 0 to V equal to 1 ട്രാൻസിഷൻ ആണ്. ഇതിന്റെ എനർജി ഡിഫറൻസ് പറയുന്നത് ഒമേഗ ഇ ഇൻറ്റു 1 മൈനസ് 2 Xe 3 സെന്റിമീറ്റർ ആയിരിക്കും. സോ നമുക്ക്
2200 is equal to omega E into 1 minus 2hc. That is omega E minus 2 omega E hc. ഈ omega E ന്റെ വാല്യൂ നമുക്കറിയില്ല, ബട്ട് നമുക്ക് എന്താ അറിയാം, omega E hc ന്റെ വാല്യൂ നമുക്കറിയാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മൈനസ് 2 ഇൻറ്റു ഒമേഗ ഇ എച്ച് സി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. സോ 2 ഇൻറ്റു 10 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. നൗ ഒമേഗ ഇന് നമുക്ക് 2200 പ്ലസ് 20. This is equal to 2220 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് ഒമേഗ ഇന്റെ വാല്യൂ വരുന്നത്. ഇനി ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് വി ഈക്വൽ ടു 0 ടു വി ഈക്വൽ ടു 2 എന്ന് പറയുന്ന ട്രാൻസിഷൻ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിഫറൻസ് വരുന്നത് 2 ഒമേഗ ഇ ഇൻറ്റു 1 മൈനസ് 3 എച്ച് ഇ. ഇതാണ് ഫസ്റ്റ് ഓവർടോണിന്റെ എനർജി ഓഫ് ട്രാൻസിഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളിപ്പോ കണ്ടു ഒമേഗ ഇന്റെ വാല്യൂ വന്നത് 2220 ആണ്. നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ കാണാം, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ ഫസ്റ്റ് ഓവർടോൺ കാണാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 2220 ആണ്. ബട്ട് നമുക്ക് ഫസ്റ്റ് ഓവർടോൺ കൂടി കാണാം. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ട്രാൻസിഷൻ ഫ്രം വി ഈക്വൽ ടു 0 ടു വി ഈക്വൽ ടു 2. ഈ ഒരു ട്രാൻസിഷനെയാണ് നമ്മൾ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത്. എനർജി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് 2 ഒമേഗ ഇ ഇൻറ്റു 1 മൈനസ് 3 എച്ച് ഇ. ഇതാണ് എനർജി ഓഫ് ട്രാൻസിഷൻ വരുന്നത്. നമുക്കിപ്പോൾ ഒമേഗ ഇന്റെ വാല്യൂ കിട്ടി 2220 ഇൻറ്റു 1 മൈനസ് 3 എച്ച് ഇ. ഇനി എച്ച് ഇ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒമേഗ ഇ എച്ച് ഇന്റെ വാല്യൂ നമുക്കറിയാം, അതേപോലെ ഒമേഗ ഇന്റെ വാല്യൂ അറിയാം. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് സി കിട്ടും. ഒമേഗ ഇ എച്ച് ഇ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 ആണ്. ഒമേഗ ഇ എന്ന് പറയുന്നത് 2220. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 0.0045 ആണ്. സോ 2 ഇൻറ്റു 2220 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 0.0045. സോ ഫൈനൽ ആൻസർ വരുന്നത് 4380 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഇനി നമുക്ക് ഈ ഓപ്ഷൻസ് ഓൾറെഡി നമുക്ക് കിട്ടി, ബട്ട് നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് 4340 ആണ്. ആക്ച്വലി 4380 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കാരണം ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ന്യൂക്ലിയൈ ഹാസ് എ മാഗ്നറ്റിക് മൊമെന്റം? താഴെ കൊടുത്തിരിക്കുന്ന ന്യൂക്ലിയൈ മാഗ്നറ്റിക് മൊമെന്റ് ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ ന്യൂക്ലിയൈന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് തരുന്നത് ന്യൂക്ലിയർ സ്പിന്നുള്ള ന്യൂക്ലിയർ ആയിരിക്കും NMR ആക്റ്റീവ് ആയിട്ടുള്ളത്. അതായത് ഐന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, NMR ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ വരുന്നത്, അതായത് മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കുന്നത്. ആൻഡ് നമുക്കറിയാം കാർബൺ C12 എന്തായാലും NMR ആക്റ്റീവ് അല്ല, നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ ഹീലിയം ന്യൂക്ലിയയും NMR ആക്റ്റീവ് അല്ല, അതേപോലെ തന്നെ കാൽഷ്യം 40 NMR ആക്റ്റീവ് അല്ല. ദിസ് ന്യൂക്ലിയർ ദാറ്റ് ഇസ് ഡ്യൂട്ടീരിയം, ഇത് നമ്മുടെ ഡ്യൂട്ടീരിയം ന്യൂക്ലിയർ ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇറ്റ് ഇസ് ഹാവിംഗ് എ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് ഇറ്റ് ഇസ് NMR ആക്റ്റീവ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ന്യൂക്ലിയർ സ്പിൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ട്രിക്ക് പറയാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന മൊളിക്യൂളിന്റെ മാസ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം I ഈക്വൽ ടു 0 എന്നാണ്. അതായത് ന്യൂക്ലിയർ സ്പിൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂക്ലിയൈ NMR ആക്റ്റീവ് ആയിരിക്കില്ല. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം സം I വാല്യൂ വിൽ ബി ദേർ. ഓക്കെ, ഈ 3 ന്യൂക്ലിയയും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 4/4 ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, 12/4 ചെയ്താലും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, അതേപോലെ തന്നെ 40/4 ചെയ്താലും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ആകെ ഓപ്ഷൻ എ വരുള്ളൂ. Next, according to Pearson's classification of acids and bases, which of the following is considered as a soft base? Soft base ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Pearson concept നമുക്കറിയാം, it is HSAB concept. Now HSABന്റെ കേസിൽ നമുക്ക് സോഫ്റ്റ് ബേസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സോഫ്റ്റ് ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കണം,
സൈസ് കൂടുതലായിരിക്കും, പോളറൈസബിലിറ്റി കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും. അതായത് ബേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര പെട്ടെന്ന് ഇലക്ട്രോണിന് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ദ ഈസ് വിത്ത് വിച്ച് ഇലക്ട്രോൺ ക്യാൻ ബി ഡൊണേറ്റഡ് അതാണ് പറയുന്നത്. അപ്പം ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിരിക്കണം, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കണം, സൈസ് കൂടുതലായിരിക്കണം, അതേപോലെ തന്നെ പോളറൈസബിലിറ്റി കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്കൊരു സോഫ്റ്റ് ബേസ് വരുന്നത്. ഇനി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാല് നമ്മുടെ F- നമുക്കറിയാം ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതേപോലെ നമ്മുടെ CO3 2- എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ബേസിക്കലി ഓക്സിജന്റെ കയ്യിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും ഡീലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അതായത് ലൂസ്ലി ബൗണ്ട് അല്ല, ഈ ഒരു കേസിൽ എന്താണ് ടൈറ്റ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇലക്ട്രോൺസിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് CO3 2- എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹാർഡാണ്. വേറൊരു കാര്യം, ഈ ക്വസ്റ്റ്യന് നമ്മൾ കമ്പയർ ചെയ്യുക ചെയ്യുന്നത് നമുക്ക് ഏതാണ് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ് ബേസ് എന്നാണ് നമ്മൾ ബേസിക്കലി നോക്കേണ്ടത്. ഓക്കെ, ഇനി NH3 അമോണിയ നമുക്കറിയാം നൈട്രജൻ ആണ് ഡോണർ ആയിട്ട് വരേണ്ടത്, വിച്ച് ഇസ് ഇലക്ട്രോനെഗറ്റീവ്. നൈട്രജനോ ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഇനി ബാക്കിയുള്ളത് H- ദാറ്റ് ഇസ് ഹൈഡ്രൈഡ് അയോൺ. ഹൈഡ്രൈഡ് അയോൺ എന്ന് പറയുന്നത് നമ്മളൊരു നോർമൽ ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും മച്ച് ബിഗർ ആണ് ഈ ഹൈഡ്രൈഡ് അയോൺ എന്ന് പറയുന്നത്. ലാർജ് സൈസ് ആണ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. ദെൻ അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറവാണ്, പോളറൈസബിലിറ്റി കൂടുതലാണ്. അതേപോലെ വാലൻസ് ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആണ്. സോ ഹൈഡ്രൈഡ് അയോൺ ഈസ് ദി കറക്റ്റ് ആൻസർ. Next, the addition of SbFy to HSO3F results in the increase in concentration of. So, ഇതൊരു റിയാക്ഷൻ ആണ്, പെർട്ടിക്കുലർ റിയാക്ഷൻ ആണ്. ദാറ്റ് ഇസ് 2HSO3F പ്ലസ് SbF5. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് H2SO3F പ്ലസും അതേപോലെ SbF5 so 3F മൈനസ്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ H2SO3F പ്ലസ്, ഇത് ഈ ഒരു സ്പീഷീസ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സൂപ്പർ അസിഡിറ്റി. ബേസിക്കലി നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് ആസിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. മാജിക് ആസിഡ് അല്ലെങ്കിൽ സൂപ്പർ ആസിഡ്. സോ ഈ ഒരു സ്പീഷീസിന്റെ ഫോർമേഷൻ കാരണമാണ് നമ്മുടെ സിസ്റ്റത്തിന് സൂപ്പർ അസിഡിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് എ മെറ്റലോയിഡ്? മെറ്റലോയിഡ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ജർമാനിയം, ഓപ്ഷൻ ബി ടിൻ, ഓപ്ഷൻ സി ആന്റിമണി, ഓപ്ഷൻ ഡി ടെല്ലൂറിയം. ഈ ക്വസ്റ്റ്യൻ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് 2024 എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ മെറ്റലോയിഡ് എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. മെറ്റലോയിഡ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് കെമിക്കൽ എലമെന്റ്സ് ഹൂസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഫാൾ ഇൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ദി നോൺ മെറ്റൽ കാറ്റഗറീസ്. അതായത് മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും ഇടയിലുള്ള സ്വഭാവം കാണിക്കുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. മെറ്റലോയിഡ്സ് വരുന്നത് ബോറോണ്, സിലിക്കൺ, ജർമാനിയം, ആർസനിക്, ആന്റിമണി, ടെല്ലൂറിയം, അസ്റ്റാറ്റിൻ, ഇത്രയും എലമെന്റ്സ് ആണ് മെറ്റലോയിഡ്സിന്റെ കൂട്ടത്തിൽ വരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഓർത്തിരിക്കാം. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മെറ്റലോയിഡ്സിന്റെ കൂട്ടത്തിൽ വരാത്തതാണ് ടിന്ന്. ബാക്കി എല്ലാവരും മെറ്റലോയിഡ്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ടിൻ ഈസ് എ മെറ്റൽ. ഇപ്പം ശ്രദ്ധിക്കണം, പി ബ്ലോക്കിൽ വരുന്ന എലമെന്റ്സ് മാത്രമേ മെറ്റലോയിഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നുള്ളൂ. Next question, which of the following is not an example of an arachno species? Arachno speciesന്റെ എക്സാമ്പിൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ആൻ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി സ്ട്രക്ചർ ഓഫ് ബോറൈൻസോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ബോറൈൻസിന്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് ജനറൽ ഫോർമുല BnHn2+ ആണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ സൂപ്പർ ക്ലോസോ എന്ന് പറയും. BnHnന്റെ ഫോർമുല ആണെങ്കിൽ ഹൈപ്പർ ക്ലോസോ, BnHn2- ആണെങ്കിൽ ക്ലോസോ, BnHn4- ആണെങ്കിൽ നിഡോ, BnHn6- ആണെങ്കിൽ അരാക്നോ, BnHn8- ആണെങ്കിൽ ഹൈപ്പോ, BnHn10- ആണെങ്കിൽ ക്ലാഡോ. ഇതാണ് ജനറൽ
ഫോർമുല ഓഫ് ഡിഫറെന്റ് ബോറിങ്സ് നമുക്ക് സ്ട്രക്ചർ കാണാനുള്ള ഫോർമുലയാണ്. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ളത് അരാക്നോ അല്ലാത്തത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് 1 by 1 ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് B4H9 മൈനസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബോറോന്റെയും ഹൈഡ്രജന്റെയും എണ്ണം ഒരേപോലെ ആക്കുന്ന വിധത്തിൽ എഴുതുക. അപ്പൊ നമുക്ക് B4 ബോറോണ് 4 എണ്ണേ ഉള്ളൂ, ഹൈഡ്രജൻ 9 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജനെ നമുക്ക് 4 ആയിട്ട് തന്നെ എഴുതാം. ബാക്കി എത്ര ഹൈഡ്രജൻ റിമൈനിങ് വരും? 5 ഹൈഡ്രജൻ റിമൈനിങ് വരും. അപ്പം ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആണ്. ഒരു ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ കറസ്പോണ്ട്സ് ടു 1 ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ 5 ഹൈഡ്രജൻസ് നമുക്ക് 5 ഇലക്ട്രോൺസിന് സമമായിട്ട് എഴുതാം. പിന്നെ എക്സ്ട്രാ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. അങ്ങനെ മൊത്തം 6 നെഗറ്റീവ് ചാർജ് വരും. 5 ഹൈഡ്രജന്റെയും ഒരെണ്ണം ഓൾറെഡി ഉള്ളതും. അപ്പൊ B4H4 6- എന്ന് വന്നു. ഇത് ഏത് ഫോമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്? BnHn 6- ഫോമാറ്റിലാണ് ഉള്ളത്. വേറെ n = 6. അപ്പം BnHn 6- എന്ന് പറയുന്നത് അരാക്നോബോറൈന്റെ ഫോർമുലയാണ്, ജനറൽ ഫോർമുലയാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ എന്തായാലും അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കാം. B5H11. നേരത്തെ ചെയ്ത പോലെ B5H5 എന്ന് എഴുതാം. ബാക്കി 6 ഹൈഡ്രജൻസ് ആണ് ഉള്ളത്. അത് 6- ആയിട്ട് നമുക്ക് കിടക്കും. അപ്പൊ ഇതും അഗെയിൻ BnHn 6- ഫോമാറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതും അരാക്നോബോറൈൻ ആണ്. നമ്മളോട് നോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്, അപ്പം ഇത് വരില്ല. ദെൻ B6H10. ഇതിന് നമുക്ക് B6H6 ബാക്കിയുള്ളത് 4 ഹൈഡ്രജൻസ് 4- ആയി. ഇത് ആക്ച്വലി BnHn 4- ആ ഫോമാറ്റിലാണ് ഉള്ളത്. BnHn 4- എന്ന് പറയുന്നത് നിഡോ ആണ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ ഓപ്ഷൻ ഡി വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ളത് C2B7H13 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബൊറൈൻസിന്റെ ഫോമാറ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ബൊറൈൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? BnHn, പിന്നെ എത്രയും ഒരു നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ചാർജ് ഒന്നുമില്ല. ഇങ്ങനത്തെ ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ ബൊറൈൻസ് എന്ന് പറയുന്നത്. ബോറോന്റെയും ഹൈഡ്രജന്റെയും കോമ്പൗണ്ട്സ് ആണ്. അപ്പം നമുക്ക് ഈ കാർബൺ വരുന്ന കേസില് കാർബൺ കണ്ടെയ്നിങ് ബൊറൈൻസിനെ നമ്മൾ കാർബൊറൈൻസ് എന്നാണ് പറയുന്നത്. കാർബൊറൈൻസ്. ഇനി ഇതിന്റെ ബൊറൈൻസിന്റെ ഫോർമാറ്റിലേക്ക് ആക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഒരു കാർബൺ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ അകത്തുള്ളത് 4 ഇലക്ട്രോൺസ് ആണ്. ബോറോൺ ആണെങ്കിൽ നമുക്കറിയാം അതിലുള്ളത് 3 ഇലക്ട്രോൺസ് ആണ്. ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഇലക്ട്രോൺ. ബോണ്ടിങ്ങിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണാണ് കാർബണിൽ 4 ഇലക്ട്രോൺസ്, ബോറോണിൽ 3 ഇലക്ട്രോൺസ്, ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു കാർബൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു BH യൂണിറ്റിന് സമമാണ്. ഒരു ബോറോണും ഒരു ഹൈഡ്രജനും കമ്പൈൻ ചെയ്താൽ നമുക്ക് 4 ഇലക്ട്രോൺ ആയി. അപ്പൊ ഒരു BH യൂണിറ്റിന് സമമാണ് ഒരു കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കാർബണിന് പകരം നമുക്ക് BH എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. BH ട്വൈസ് B7H13, B2H2, then B7H13. ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ബോറോണിനൊക്കെ ഒരുമിച്ച് എഴുതുന്നു. 9 ബോറോൺ ഉണ്ട്, B9. ദെൻ ഹൈഡ്രജൻസ് 15 എണ്ണം. സോ ഇതിനെ നമുക്ക് B9H9 6- എന്ന് എഴുതാം. വീണ്ടും ഇതെന്തായി? അരാക്നോയായി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.